ബാക്ക് ടു മൈ ചാനൽ. മഴയൊക്കെയാണ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. കുറേ അസുഖങ്ങളൊക്കെ വരുന്ന ഒരു ടൈമാണ്. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ, അത്രേ പറയുന്നുള്ളൂ. അപ്പം വാട്ട് ദ വീഡിയോ അബൌട്ട്, എല്ലാവരും തമ്മിലൊക്കെ കണ്ടിട്ടുണ്ടാവണം. അപ്പം ഞാൻ എൻ്റെ ഈ കുറച്ച് ദിവസങ്ങളിൽ എനിക്ക് വന്ന, അല്ലെങ്കിൽ എനിക്ക് വന്ന ഒരു ചെറിയ കാര്യം അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഓർത്തു. ഒരു ചെറിയൊരു ഇൻഫോർമേഷണൽ വീഡിയോ കൂടിയാന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ. അപ്പോൾ ഒരു ദിവസം ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് ചെവിയുടെ ബാക്കിൽ ഒരു ചെറിയ പെയിൻ അനുഭവപ്പെട്ടു. രണ്ട് ചെവിയുടെയും ബാക്കിലായിട്ട് ഐ ഫെൽറ്റ് സം പെയിൻ, ഒരു സ്ലൈറ്റ് പെയിൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനത് വിട്ടു. ആൻഡ് ദ വെരി നെക്സ്റ്റ് ഡേ ആ പെയിൻ മാറി. പെയിൻ ഓൾറെഡി ഇവിടെ ഉണ്ട്. ആ പെയിൻ്റെ കൂട്ടത്തിൽ ഒരു സ്വെല്ലിങ്ങും കൂടെ കണ്ടു തുടങ്ങി. അപ്പം രണ്ടിടത്തും ഒരേപോലെ സ്വെല്ല് ചെയ്യാനും തുടങ്ങി. ലെഫ്റ്റ് സൈഡിൽ സ്വെല്ലിംഗ് ആയിട്ട് വന്നിട്ടില്ല, പെയിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റൈറ്റ് സൈഡ് സ്വെല്ലായി തുടങ്ങി, കുറച്ച് അത് സ്വെൽ ആൻഡ് സ്റ്റിഫായി തുടങ്ങി. എന്നിട്ട് എനിക്ക് വേദന തോന്നി തുടങ്ങി. അപ്പം ആ സമയത്താണെങ്കിലും ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ തലനീരിറങ്ങിയതായിരിക്കും എന്നുള്ളൊരു കൺക്ലൂഷനിലാണ് ഞാൻ നിൽക്കുന്നത്. ഇനി ഫുഡൊക്കെ കഴിക്കാൻ നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ആ ഒരു ദിവസം അങ്ങനെ അങ്ങ് പോയി. ആൻഡ് ദ വെരി നെക്സ്റ്റ് ഡേ ഐ വോക്കപ്പ് ആൻഡ് ഐ വാസ് ഷോക്ക്ഡ് ആഫ്റ്റർ സീയിങ് മൈ ഫേസ്. എന്താന്ന് വെച്ചാൽ ഒരു സൈഡ് മാത്രം ഇങ്ങനെ ബൾജായിട്ട് സ്റ്റിഫായിട്ടിരിക്കുകയാണ്. അത് കണ്ടപ്പോഴത്തേക്ക് രാവിലെ എണീക്കുമ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു ഹെവിനെസ് ഈ സൈഡിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഞാൻ എഴുന്നേറ്റ് കണ്ണാടി നോക്കുമ്പോഴത്തേക്ക് ഐ വാസ് ഷോക്ക്ഡ്. ബിക്കോസ് ഒരു സൈഡും അതിൻ്റെ ഒരു ഷേപ്പേ മാറി ഒരു വേറെ തന്നെ രീതിയിൽ എൻ്റെ റൈറ്റ് ചീക്ക് അങ്ങനെ ആയിപ്പോയി. അപ്പം എനിക്ക് ഒരു 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 സെക്കൻഡിൽ ഞാൻ എന്താ പറയുക, എനിക്ക് എന്ത് ചെയ്യണം, എന്താ ഇത്, അങ്ങനത്തെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലായി. കാരണം എനിക്ക് ജോലിക്ക് പോകണം, അത് പറ്റില്ല. എനിക്ക് അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് എനിക്ക് സംസാരിക്കുമ്പോഴാണെങ്കിലും എന്തെങ്കിലും ചവയ്ക്കുമ്പോഴാണെങ്കിലും എനിക്കത് പറ്റുന്നില്ല. പ്രോപ്പറായിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കൊരു വിഷമവും ഒരു സ്റ്റക്ക് സ്റ്റേജാണ്. പക്ഷെ എന്നിരുന്നാലും ഐ വെന്റ് ടു ദ ഹോസ്പിറ്റൽ. അപ്പോൾ ഡോക്ടറിനെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ പറയത്തക്കതായിട്ടുള്ള സിംറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഫീവറോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ 2 ദിവസം മുന്നേ എനിക്ക് വായ്ക്കുള്ളിൽ നല്ലൊരു ഡ്രൈനെസ് ഫീൽ ചെയ്തിട്ട്, എന്താ ഒരു വാ പൊട്ടലൊക്കെ പറയില്ല, വായൊക്കെ നന്നായിട്ട് പൊട്ടി തുടങ്ങുന്ന പോലെ ഒരു ഫീൽ ചെയ്തു. ഐ തോട്ട് ഓഫ് ടേക്കിംഗ് ബി കോംപ്ലക്സ് ഒക്കെ എടുക്കാം ഞാൻ വിചാരിച്ചതുമാണ്. പക്ഷെ ഞാനത് എന്തുകൊണ്ടോ എടുത്തില്ല. ആൻഡ് ഡോക്ടറിനെ കണ്ടപ്പോഴും എനിക്കങ്ങനെ ഫീവറിന്റെ സിംറ്റംസോ അങ്ങനത്തെ പ്രത്യേകിച്ച് ഇത് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഇങ്ങനത്തെ സ്വെല്ലിംഗ് ഉണ്ടായിരുന്നു, പെയിൻ ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ എനിക്കങ്ങനെ പ്രത്യേകിച്ച് പറയാനായിട്ട് സിംറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല, എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഞാൻ ചിന്തിച്ചപ്പോഴത്തേക്ക് 2 days ബാക്ക് എനിക്ക് തലവേദന വന്നു. അപ്പൊ തന്നെ അത് പോയി. ജസ്റ്റ് ഒരു പവർ നാപ്പ് എടുത്തപ്പോഴത്തേക്ക് അത് പോയി. അല്ലാണ്ട് എനിക്ക് പനിക്കുന്നില്ല. പക്ഷെ ഡോക്ടർ എന്നെ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു എൻ്റെ ത്രോട്ടിന്റെ ഒരു സൈഡ് റെഡ്നെസ് കാണുന്നുണ്ട്, സോ യു സ്റ്റാർട്ട് ടേക്കിംഗ് യുവർ ആന്റിബയോട്ടിക്സ് എന്ന് ഉള്ള രീതിയിൽ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കപ്പം ഒരു സൈഡ് ഇൻഫെക്ഷൻ ആയി എൻ്റെ ത്രോട്ട്. അപ്പം ഞാൻ ആന്റിബയോട്ടിക്സ് കൂടെ എടുത്തു. ആൻഡ് ഡോക്ടർ കൺഫേം ദാറ്റ് ഇറ്റ് വാസ് മംസ്. അപ്പം ഈ മംസ് എന്നുള്ളത് നമ്മുടെ ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ്. അപ്പം ഇതിന് നമ്മൾ കുഞ്ഞിലെ വാക്സിനേഷൻ ഒക്കെ എടുക്കുന്നതല്ലാതെ ഇതിന് പ്രത്യേകിച്ചായിട്ടൊരു മെഡിക്കേഷൻസ് ഉണ്ടെന്നുള്ളത് ആസ് ഓഫ് നൗ എനിക്കറിയില്ല. അതൊരു നമ്മൾ കുഞ്ഞിലെ എടുക്കുന്ന ഒരു വാക്സിൻ. പക്ഷെ ഇപ്പൊ കുട്ടികളിൽ ഇത് പൊതുവെ മംസ് വന്ന് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അത് അഡൾട്ട്സിലും അഡോൾസൻസിലും കോമൺ ആയി വരുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു റേഞ്ച് എന്നുള്ളത് ഇപ്പൊ ഐ ആം 26 നൗ. അപ്പം ആ ഒരു ഏജ് റേഞ്ചിന്റെ ഒക്കെ വെച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ അഡൾട്ട്സിലും അഡോൾസൻസിലും ഒക്കെ കാണുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇതിനായിട്ട് നമുക്ക് മെഡിസിൻ ഒന്നുമില്ല. ആന്റിബയോട്ടിക്സ് നമ്മുടെ സിംറ്റംസിനെ അസോസിയേറ്റ് ചെയ്ത എന്തെങ്കിലും മെഡിസിൻസ് ആണ് ഉണ്ടാവുക. അപ്പം പനിയാണെന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആന്റിബയോട്ടിക്കും അതിന് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഫർദർ മെഡിക്കേഷൻസ് ഒക്കെയാണ് അതിൽ വരിക. അല്ലാതെ ഇതിന് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഒന്നും ചെയ്യാനില്ല. ഇത് വരിക, വന്നിട്ട് പോവുക, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്കിതിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കുറച്ച് കെയർ എടുക്കണം. അതായത് സെൽഫായിട്ട് കെയർ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്കിവിടെ ഇങ്ങനെ സ്വെല്ലിങ്ങും പെയിനും കാര്യങ്ങളും ഒക്കെ വരുമ്പോഴത്തേക്ക് എന്താ പറയുക, നമ്മൾ ഹാർഡ് ഫുഡ്സ് ഒന്നും കഴിക്കാൻ പാടില്ല, സോഫ്റ്റ് ഫുഡേ കഴിക്കാൻ പാടുള്ളൂ. നമുക്ക് മാക്സിമം അവിടെ സ്ട്രെയിൻ നമ്മൾ കുറയ്ക്കണം. കാരണം അത് നമുക്ക് സ്ട്രെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം അത്രത്തോളം ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമുക്ക് ഭയങ്കര വല്ലാണ്ടൊരു പെയിൻ ആണ് അവിടെ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു വലിയ ഒരു അൺലക്ക് ഫാക്ടർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ആ സെയിം ഡേ ഈവനിങ് തന്നെ ഐ ഗോട്ട് മൈ പീരിയഡ്സ് ഓൾസോ.
അപ്പം പറയണ്ടല്ലോ. ശുഭം. അപ്പം എനിക്ക് പീരിയഡ്സ് ആവുന്ന ആ ഒരു ടൈം എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രഗിൾ ആയിരിക്കും. എനിക്ക് ഭയങ്കര മൂഡ് സ്വിങ്സ് ആൻഡ് എക്സ്ട്രീം മൂഡ് സ്വിങ്സ് എനിക്ക് ആ സമയത്ത് വരും. പക്ഷെ ആഫ്റ്റർ ദാറ്റ് എനിക്ക് പീരിയഡ്സ് ആയിക്കഴിഞ്ഞാൽ എനിക്ക് എക്സ്ട്രീം ക്രേവിങ്സ് ആണ് വരിക. എനിക്ക് ഫുഡിനോട് ഭയങ്കരമായ ആക്രാന്തമാണ് വരിക. അപ്പൊ എനിക്ക് ഫുഡ് കഴിക്കുകയും വേണം. പക്ഷെ ഇത് കാരണം ഫുഡ് കഴിക്കാനും പറ്റില്ല. അപ്പൊ ഞാൻ റിസ്ക് എടുത്ത് ഫുഡ് കഴിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് സ്വെല്ലിങ്ങും പെയിനും കുറയാനായിട്ട് കുറച്ചും കൂടി ടൈം എടുത്തു. കാരണം ഞാൻ എക്സ്ട്രാ എഫേർട്സ് എടുക്കില്ല. സോഫ്റ്റ് ഫുഡ് കഴിക്കേണ്ട സ്ഥാനത്തെല്ലാം എനിക്ക് തോന്നുന്നതൊക്കെ ഞാൻ കഴിക്കുകയാണ്. അപ്പം അത് അത്രത്തോളം സ്ട്രെയിൻ എനിക്ക് ഞാൻ അവിടെ കൊടുക്കുകയാണ്. എന്റെ എന്റെ ഈ ഒരു പോർഷനിൽ ഞാൻ എക്സ്ട്രാ സ്ട്രെയിൻ കൊടുത്ത് ഞാൻ അങ്ങനെ ചെയ്യാണ്. അത് എനിക്ക് എന്താ പറയാ കുറച്ചും കൂടി എനിക്കിപ്പോ കംപ്ലീറ്റ്ലി അത് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ നോക്കിയാൽ തന്നെ കാണാം എനിക്ക് ഇവിടെ ഒരു ചെറിയൊരു ഒരു ഒരു ബൾജിങ് പോലെയുണ്ട്. അപ്പം ഇത് കംപ്ലീറ്റ്ലി ക്യൂർ എന്നല്ല കംപ്ലീറ്റ്ലി എനിക്ക് ആ നീര് ഇറങ്ങി വരുന്നതേ ഉള്ളൂ. ആം, ഇതാണ് സംഭവം. ഞാൻ ഈ ഫുഡിന്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് എന്താ ഉഴപ്പി. ഞാനത് പ്രോപ്പറായിട്ട് കെയർ ചെയ്തില്ല. നിങ്ങളത് ചെയ്യണം. നിങ്ങൾക്ക് വരുമെന്നല്ല, ഇൻ കേസ് എപ്പോഴെങ്കിലും ആർക്കെങ്കിലും അറിയാവുന്നവർക്ക് വരികയാണെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. സോഫ്റ്റ് ഫുഡ് മാത്രം നമ്മൾ കുറച്ച് ദിവസത്തേക്ക് കഴിക്കുകയാണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ഒരുപാട് സംസാരിക്കാതിരിക്കുക. അതും എന്നെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. ബിക്കോസ് ഐ എം വെരി ടോക്കറ്റീവ് പേഴ്സൺ അറൌണ്ട് മൈ സർക്കിൾ. എൻ്റെ സർക്കിളിൽ ഞാൻ ഭയങ്കര അലമ്പ്, ഭയങ്കര ബഹളവും, ഭയങ്കര എപ്പോഴും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം എൻ്റെ സർക്കിളിൽ ഉള്ളവരെ വളരെ കുറച്ച് ആളുകളുള്ളൂ. അവരെ ഞാൻ എല്ലാ ദിവസവും കോൺടാക്ട് ചെയ്യുന്നവരോട്. അപ്പം ഞാൻ അവരോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ആ ഒരു റെസ്റ്റും ഞാൻ എനിക്ക് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചൊരു ഒരു ടൈം എടുത്തു അത് മാറാനായിട്ട്. പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തുള്ള ഒരാൾക്ക് വരാണ്ട് നമുക്ക് നോക്കണം. കാരണം ഇതൊരു വൈറൽ ഇൻഫെക്ഷൻ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞത് കൊണ്ട് തന്നെ ആം, നമ്മളുമായിട്ട് സഹകരിച്ച് നിൽക്കുന്ന ആളുകൾക്ക് ഇത് വരാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. കാരണം ഇത് ഡ്രോപ്ലെറ്റ് നമ്മുടെ സലൈവ ത്രൂ ഒക്കെയാണ് കൂടുതലും, എയർ ഡ്രോപ്ലെറ്റ്സ് ത്രൂ ആണ് ഇത് കൂടുതലും സ്പ്രെഡ് ആവുക. അപ്പൊ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകൾക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമ്മളൊക്കെ കോമൺ ഏരിയാസ് ആണല്ലോ ഷെയർ ചെയ്യുക. കോമൺ ബാത്റൂം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് വരുമ്പോഴത്തേക്ക് അങ്ങനത്തെ സ്പ്രെഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അവരുടെ അടുത്ത് അധികം പോവാണ്ട് അവരോട് ഒരു മാസ്ക് വെച്ചിട്ട് സംസാരിക്കാനോ അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പം ഇത് ഞാനിപ്പോ ഇത്രയും പറയാൻ കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് വന്ന ഉള്ള അറിവ് എന്റെ കസിൻ സിസ്റ്ററിന് വന്നിട്ടുണ്ടെന്നുള്ള അല്ലാതെ അത് പണ്ടെപ്പോഴോ ആണ്. ഇതിൽ എനിക്കൊരു കോർ മെമ്മറിയോ അങ്ങനെ എനിക്കങ്ങനെ ഓർത്ത് വെക്കാൻ അങ്ങനെ എനിക്കറിയില്ല. ഞാനത് ഓർക്കുന്ന പോലും ഇല്ല. ഞാനങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് അവൾക്ക് വന്നിട്ടുണ്ടെന്നുള്ളത് പറഞ്ഞു എന്നുള്ളതല്ലാതെ ഞാൻ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് എങ്ങനെയൊക്കെയാണ് മാറിയത് അതിനെക്കുറിച്ചൊന്നും ഒരു പ്രോപ്പർ സംഭവമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നാളെ ഇങ്ങനെ വരുമ്പോ നിങ്ങളത് എന്താ പറയാ അതിനെക്കുറിച്ച് ഭയങ്കര ബോധേഡായി ടെൻഷൻ അടിച്ച് പ്രശ്നം ഉണ്ടാവരുത്. ഇതിങ്ങനെ വരും. എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സിവിയർ ആയിരുന്നു. കുറച്ച് സിവിയർ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചധികം സമയമെടുത്തു. ഡേ ബൈ ഡേ നമ്മുടെ ഫേസ് ഞാൻ ഭയങ്കര ലീൻ ആയിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ കുറച്ച് ഇങ്ങനെ കവിളൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഒരു ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് കുറച്ച് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ പെയിൻ എന്ന് പറയുന്നത് എന്താ പറയാ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. രണ്ടിടത്തും ഭയങ്കര സ്റ്റിഫായിട്ട് ഇരുന്ന് സംസാരിക്കാൻ പറ്റില്ല. സംസാരിക്കാൻ ബുദ്ധിമുട്ട്, ഫുഡ് കഴിക്കാൻ ബുദ്ധിമുട്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. എനിക്ക് രാവിലെ ആകുന്നതെന്ന് പറയുന്നത് എനിക്കൊരു ടെറഫിക് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. കാരണം രാവിലെ എണീക്കുമ്പോ നമുക്ക് ഈ ഭാഗം എന്ന് പറയുന്നത് ഈ 2 ഭാഗം ഭയങ്കര വെയിറ്റോട് കൂടിയാണ് നമ്മൾ എണീക്കുക. നമുക്ക് വാ തുറക്കാനായിട്ട് ഭയങ്കര പാടാണ്. നമ്മൾ എന്തെങ്കിലും ഫുഡ് ജസ്റ്റ് ഇൻ കേസ് രാവിലത്തെ മോർണിംഗ് ഡ്രിങ്ക് എന്തെങ്കിലും കഴിക്കുമ്പോ തന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും കുടിക്കുമ്പോ തന്നെ കുടിക്കാനായി തന്നെ നമ്മൾ വാ ഇങ്ങനെ തുറക്കുമ്പോഴത്തേക്ക് എന്താ പറയാ ഇവിടെ ഭയങ്കര അത് എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള എനിക്കറിയില്ല. ആ വേദന എങ്ങനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അതൊരു മുറിവിലുള്ള വേദനയോ അങ്ങനത്തെ ഒരു വേദനയല്ല. ഒരു പല്ല് വേദന വരുമ്പോൾ ഉള്ള വേദനയും അല്ല. ഇത് വേറൊരു തരം വേദന. അതെനിക്ക് എങ്ങനെ പറഞ്ഞു തരണം എന്ന് എനിക്കറിയില്ല. പക്ഷെ അതൊരു നല്ല വേദനയല്ല. വേദനകൾ ഒരിക്കലും നല്ലതാവില്ല. എന്നാലും ഇതങ്ങനെ സുഖമുള്ള വേദനയൊന്നുമല്ല. നമുക്ക് കുറച്ച് അനുഭവിക്കേണ്ട ഒരു വേദനയാണ്. സോ അത്. അപ്പോ ആർക്കും വരാതിരിക്കട്ടെ. വരുവാണെങ്കിൽ തന്നെയും നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾക്ക് വരാതെ നമ്മൾ തന്നെ ശ്രദ്ധിക്കുക. നമ്മൾ അതിനുള്ള പ്രിക്കോഷൻസ് എന്താ പറയാ മാസ്ക് ഇടുക, അവരോട് നേരിട്ട് പോയിട്ട് സംസാരിക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക. പിന്നെന്താ
അങ്ങനെയൊക്കെ തന്നെ. കൂടുതൽ സമയം നമ്മൾ മാസ്ക് ഇട്ടിട്ട് മറ്റുള്ളവരോട് സംസാരിക്കാനും അവരുടെ അടുത്ത് പോകാനും ഒക്കെ ശ്രമിക്കുക. പ്രത്യേകിച്ച് കുട്ടികളുള്ള വീട്ടില് നമുക്ക് അവിടുന്ന് മാറി നിൽക്കാൻ പറ്റുമെങ്കിൽ മാറി നിൽക്കുക. അല്ല അങ്ങനെ അല്ലാത്തൊരു സാഹചര്യം ആണെങ്കിൽ മാക്സിമം അവരോടുള്ള ഒരു കോണ്ടാക്ട് അവോയ്ഡ് ചെയ്യുക. കാരണം കുഞ്ഞുങ്ങൾക്കൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്കത് എങ്ങനെ ഇതൊക്കെ എക്സ്പ്രസ് ചെയ്യണം എന്ന് പോലും അറിയില്ലല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല, നമുക്കത് ടോളറേറ്റ് ചെയ്യാമെന്നെങ്കിലും പറയാം. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഞാൻ അതിൽ ഒന്ന് കംപ്ലീറ്റ്ലി മാറി വരുന്നതേ ഉള്ളൂ. കുറച്ച് ദിവസത്തേക്ക് ഞാനൊരു ഗുണ്ടുമായിരുന്നു. ഇതിങ്ങനെ ജസ്റ്റ് അതിന് നീരിറങ്ങി അത് മാറി വരുന്നതേ ഉള്ളൂ. ആൻഡ് അല്ലാതെ ഹെൽത്ത് വൈസ് എൻ്റെ പനിയാണെങ്കിലും അതൊക്കെ ഒരുവിധം ഓക്കെ ആയി. ആൻറ്റിബയോട്ടിക് കോഴ്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഒരുവിധം ആ രീതിയിലൊക്കെ നോക്കുമ്പോൾ ഓക്കെ ആയി. പക്ഷെ പെയിനും കുറവുണ്ട്. എന്നിരുന്നാലും ഇപ്പൊ ഫുഡൊക്കെ കഴിക്കുമ്പോഴാണെങ്കിലും ആ ഒരു പെയിൻ ഇല്ല. പക്ഷെ ഇവിടെ ഒരു എന്താ പറയാ, എനിക്കതെങ്ങനെ പറയണമെന്നറിയില്ല, സ്റ്റിഫായിട്ട് ഇങ്ങനെ പിടിച്ചാരോ വെച്ചേക്കുന്ന പോലെ ഇവിടെ ഇങ്ങനെ നമുക്ക് രണ്ട് സൈഡിലും ഇങ്ങനെ തോന്നും. എനിക്ക് ഈ റൈറ്റ് സൈഡാണ് കുറച്ച് സിവിയർ ആയി വന്നത്. നല്ലപോലെ കവിള പോലെ വീർക്കുകയും പിന്നെ എന്താ വേദനയും ഭയങ്കര സിവിയർ എനിക്ക് റൈറ്റ് സൈഡ് ആയിരുന്നു. ലെഫ്റ്റ് സൈഡ് എനിക്ക് വലിയ നീരായിട്ട് വന്നില്ല, പക്ഷെ പെയിൻ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ചെറിയ തടുപ്പും ഉണ്ടായിരുന്നു. അല്ലാതെ വലിയ നീര് കമ്പയറിങ് ടു മൈ റൈറ്റ് ചീക്ക് എനിക്ക് ലെഫ്റ്റ് അങ്ങനെ വന്നില്ല. പക്ഷെ എന്നിരുന്നാലും വന്നു. അപ്പൊ ഞാൻ ഇതിന്റെയൊക്കെ ഫോട്ടോ അവിടെ ഇവിടെയൊക്കെ നിങ്ങൾ ആഡ് ചെയ്തേക്കാം, നിങ്ങൾ ജസ്റ്റ് കാണൂ. ഓക്കെ, അപ്പൊ ഇത്രയാണ് എൻ്റെ ആ ഒരു കുറച്ച് ദിവസ വിശേഷങ്ങൾ എനിക്കൊന്ന് അറിയിക്കണം എന്ന് തോന്നി. ഇത് പിന്നെ കുറച്ച് ഇൻഫർമേഷൻസ് ഇതിൻ്റെ ഒന്ന് പാസ് ചെയ്യണം എന്ന് തോന്നി. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ദ വീഡിയോ. ടാറ്റാ.